ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് സർവൈവൽ സീരീസിൻ്റെ എപ്പിസോഡ് 2. സോ ഗൈസ്, അതുപോലെ തന്നെ നിങ്ങൾ സർവൈവൽ സീരീസ് ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്താ അവിടെ വില്ലേജർ സോംബി? അവിടെ വില്ലേജ് ഉണ്ടോ? നോക്കിയാലോ. നോക്കാം. ഓ കഥ തുറ. ഞാൻ കുഞ്ഞ മറ്റേ പൊസിഷനെ മാറിപ്പോയി ഗേസ്. തുറ. പക്ഷെ ഞാൻ എല്ലാം ഒരുപോലെ തന്നെ ഗേസ് ഫിറ്റ് ചെയ്തേ. എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയത്. എൻ്റെ അമ്മ ഫുള്ളും ജീവികൾ. എനിക്ക് വയ്യ. ഹൈ, സോംബി കിടന്ന് വട്ടം കിടക്കുന്നു. ഹൈ, ഇതെന്ത് സ്പിന്നറോ? ഇത് സ്പിന്നർ സോംബി. ഗായ്സ്, മൈനിങ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ഈ വീടൊക്കെ സെറ്റാക്കി ഇത്ര ആക്കിയത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത്ര ആക്കിയതാണ് ഗൈസ്. എൻ്റെ അധ്വാനത്തിന് ചഞ്ചലങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കരുത് സുഹൃത്തുക്കളെ. പിന്നെ ഗൈസ്, ഇത് കുറേ നേരത്തെ മൈനിങ്ങിനും ഇതിനുമൊക്കെ ഒടുവിലാണ് ഇത്രയൊക്കെ വീടാക്കി വെച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീട് വേറെണ്ണം പണിയണമെന്നുണ്ട് ഗൈസ്. ഞാൻ ഇപ്പോൾ എൻ്റെ മൈനിങ് സൈറ്റിലേക്ക് പോവാം, അങ്ങ് താഴോട്ട് പോവാം. ഞാൻ വേറൊരു വീട് പണിയണമെന്നൊക്കെ ഉണ്ട് എനിക്ക്. ഇത് വഴി ഇത് ഗൈസ്, ഇത് ചുമ്മാ അവിടെ ഇത് കണ്ടപ്പോൾ അങ്ങോട്ട് പോയത് കേട്ടോ. കൊള്ളാം. ഇരുട്ടായിരുന്നു, ടോർച്ച് വെക്കട്ടെ. യെസ് ഗൈസ്, വഴി കാണാം. താഴോട്ടെ. ഇതെൻ്റെ കുറേ നേരത്തെ മൈനിങ്. സോ ഗൈസ്, ഇപ്പം ഇത് ഏതാണ് ഈ ബ്ലോക്ക്? എനിക്ക് ഈ ബ്ലോക്ക് കാണുന്ന ഇഷ്ടമല്ല. കപ്പിൾ സ്റ്റോൺ ഇവിടെ വല്ലതും ഉണ്ടോ? കപ്പിൾ സ്റ്റോൺ. സൈഡിലേക്ക് മൈൻഡ് ചെയ്താലോ ഗൈസ്? സൈഡിലേക്ക് മൈൻഡ് ചെയ്യാമല്ലേ? ഇച്ചിരിയുടെ കഴിയുമ്പോൾ അതാ നല്ലത്. സൈഡിലേക്ക് മൈൻഡ് ചെയ്യട്ടെ. കപ്പിൾ സ്റ്റോൺ കിട്ടി. കപ്പിൾ സ്റ്റോൺ. എനിക്ക് ആ വഴി പോയാൽ മതി ഗൈസ്. സ്റ്റോണുള്ള വഴി പോയിട്ട് ഓർ കിട്ടപ്പം ഇതിരുന്ന് എൻ്റെ ഒരു ഡിറോട്ടോസ് അങ്ങോട്ട് പറഞ്ഞ സാധനത്തിൻ്റെ വഴി പോയിട്ട് ഒരു കാര്യമില്ല. Come on guys, let's mine the blocks. ബ്ലോക്ക് മൈനിങ് ഇച്ചിരി കൂടുതലാണ് ഗൈസ്. ഇച്ചിരി സമയം എടുക്കുന്ന പരിപാടിയാണ് ബ്ലോക്ക് മൈനിങ്. അയ്യോ, എന്ത് കഷ്ടപ്പാടാ. സ്ട്രിപ്പ് മൈനിങ് കുഴപ്പമില്ല ഗൈസ്, ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് എൻ്റർടൈൻമെൻ്റ് അല്ല. കാരണം ഓർക്കെ പെട്ടെന്ന് കേവൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഫൈറ്റ് ഉണ്ട്, സീനല്ലേ കാണാൻ. അങ്ങനത്തെ ഒന്നും അല്ലെങ്കിൽ ഒരു ലുക്കില്ല ഗൈസ്. കുറേ നേരമല്ലോ. എന്തരത്? ഇത് എന്നാണ് വില കേതും കണ്ടുപിടിക്കാൻ പോകുന്നത്? കുറേ നേരമല്ലോ. പാ ഒന്ന് അനങ്ങടാ ആനുവേ. ഇതെന്തിങ്ങനെ പതുക്കെ ഡോക്ടർ ഫേസ് ഹൈ ഗോൾഡ് ഉണ്ട് സൈഡിൽ. ഹൈ ഗോൾഡ്. ഹൗ ഡു ഗോൾഡ് കിട്ടി ഗേസ്. കുറച്ച് ഫുള്ളൊന്ന് തെളിക്കാക്കട്ടെ. അയൺ ഇല്ല എനിക്ക്. ഈ ഗോൾഡ് ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് വേണ്ടത് അയൺ കിട്ടി ഗൈസ്. അങ്ങോട്ട് വലിയായിട്ട് നോക്കുന്നൊന്നുമില്ല കേട്ടോ. കേവ രണ്ടാന്ന് തോന്നുന്ന ഗൈസ്. കുഞ്ഞ് കേവ ഗൈസ് എന്നാ തോന്നുന്ന ഗൈസ്. ഒന്നുമില്ല ഇവിടെ. ഇതെന്തത്? ഗ്ലിച്ചായിരുന്നു. പെട്ടെന്നാണ് ഗൈസ്. ശർക്കരയാകും. ഞാൻ ടോർച്ച് 4-5 ഞാൻ പ്ലേസ് ചെയ്തു. ഇത് എത്ര ടോർച്ചാണ് ഞാൻ പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്നത്? അയ്യോ, ഇത് എത്ര ടോർച്ചാ. പെട്ടെന്ന് പോട്ടെ. പെട്ടെന്ന് പോടോ. എന്താട്ടോ ഇങ്ങനെ പെട്ടെന്ന് പോട്ടോ? വഴിയും മനസ്സിലാവുന്നില്ല. ഇത് ഏതാണ് ഈ രാജ്യം? എന്തായാലും മൈൻഡ് കിട്ടുക. ഇത് എത്ര എണ്ണമെന്നുണ്ട്? 2, 3, 4, 5. 5 ഉണ്ട് ഗൈസ്. 3, 4, 5, 6. ഓക്കെ, 6 ഉണ്ട് ഗൈസ്. 6 7 കാണുന്നു ഗൈസ്. 7 ഉണ്ട്. 8 ആയിരിക്കും. 7 ഉള്ളു. ചുമ്മാ കൊതിച്ച്. ബോട്ട്. അയ്യോ എൻ്റെ അമ്മോ. ഞാൻ പോയി റെഡിയായിട്ട് വരുവാടാ യുദ്ധത്തിന് വേണ്ടി. പോരാടാൻ, വിജയിക്കാൻ ഞാൻ വരുവാടാ. യു വെയിറ്റ് ആൻഡ് സീ.
സോംബി ഇതെന്നാണ് മുകളിലെത്താൻ പോകുന്നത്? ഓക്കെ ഗൈസ്, പിന്നെ ഞാൻ മുകളിലെത്തുന്നുണ്ട്. എത്തട്ടെ ഈ കോളൊക്കെ ഞാൻ മൈൻഡാണെന്ന് ഗൈസ്. എനിക്ക് അയണുണ്ടല്ലോ, ഉള്ള കോളും കൊണ്ട് മൊത്തം ഞാൻ ടോർച്ച് ഉണ്ടാക്കി വെച്ചു ഗൈസ്. ഇനിയും എനിക്ക് വേണ്ടി ഗൈസ്. ഇനി ഇച്ചിരി മൈനിങ്ങിലേക്ക് കടക്കാം ഗൈസ്. നമുക്ക് എന്തായാലും ഇപ്പം മാളിൽ പോയി പെട്ടെന്ന് സോഡും ആക്സും ഉണ്ടാക്കാം ഗൈസ്. പിന്നെ ഇച്ചിരി കൂടെ സ്റ്റോൺ പിക്കാക്സ് എടുക്കാം. ഒരു കേവിലേക്കല്ലേ പോകുന്നത്, എന്തായാലും സ്റ്റോൺ പിക്കാക്സ് കൂടെ ഇച്ചിരി എടുക്കാം. അതുകൊണ്ട് നമുക്ക് ഫൈറ്റിന് കയറാം ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. വീടെത്തി യെസ്. ഓക്കെ ഗൈസ്, നമുക്ക് ബാക്കി ചെയ്യാം ഗൈസ്. ബാക്കി ഇത് കുറേ നേരത്തെ മൈനിങ് ആണ് ആവുമെന്ന് തോന്നുന്നു ഗൈസ്. കണ്ടിട്ട് കുഞ്ഞ് കേവാ, അതുകൊണ്ട് പിന്നെ ഒരു പിക്കാക്സ് മതിയായിരിക്കും. എന്തായാലും ഒരു 2 വെക്കാം. സ്റ്റിക്ക് So guys, I think it will take time. എൻ്റെ കയ്യിൽ ഇതൊക്കെ മതി, ഇത്രയൊക്കെ മതി. ഫുഡുണ്ട്, അതിൻ്റെ ഫുഡുണ്ട്. ഹാർട്ട് ഫുള്ളാണ്. ഫുഡുണ്ട്, ഹാർട്ടും ഫുള്ളാണ് ഗൈസ്. നമുക്ക് താഴോട്ട് പോകാം. താഴോട്ട് പോയിട്ട് ഇനി ഇവിടെ ഇച്ചിരി കൂടെ മൈനിങ് ചെയ്യണം. ആക്സും സോഡും എല്ലാം ഇനി ഫൈറ്റിംഗ് പ്രോ ആയിരിക്കണം. കമോൺ ഗൈസ്, നമുക്ക് പോരാടാം, വിജയിക്കാം. ശരിക്കും പറഞ്ഞാൽ കേസ് ഞാൻ ഒരു സോഡ് കൂടെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. എഡിറ്റിംഗ് മിസ്റ്റേക്ക് അത് കട്ടായിപ്പോയി. തിരിച്ചാണെങ്കിൽ മറ്റേ നേരത്തെ ചെയ്ത ഒറിജിനൽ പിക്കാണെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ എഡിറ്റഡ് പിക്ക് കൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത് കേസ്. അതുകൊണ്ടാണ് എനിക്കാണെങ്കിൽ ആ സോഡിൻ്റെ സീൻ വീണ്ടും കൊണ്ടുവരാനും പറ്റിയില്ല കേസ്. എൻ്റെ കയ്യിൽ 2 സോഡുണ്ട് കേട്ടോ. യെസ്, നമുക്ക് പോരാടാം, വിജയിക്കാം. മൈനാവ് അങ്ങോട്ട് പോയിട്ടില്ല ആരും. ഇങ്ങോട്ട് കമോൺ ഗൈസ്. ടോർച്ച് മൊത്തം ഇരുട്ടണം. അയ്യോ സ്പൈഡർ. ഗോ സ്പൈഡർ. കുരിശ് ഒഴിഞ്ഞു പോയി തന്നെ. ഈ വഴിവോ, സ്പൈഡർ ഇല്ലാത്ത വഴിവോ, അതാണ് സേഫ്. സോ ഗൈസ്, ഈ കേവിൻ്റെ സൈഡിൽ കൂടെ ഞാൻ ഓൾറെഡി വന്നായിരുന്നു. അയൺ കിട്ടി. എൻ്റെ അമ്മ കുറേ അയണുണ്ടല്ലോ ഗൈസ്. ഇങ്ങനെ അയണാണ് കേട്ടോ, വമ്പിച്ച അയണ കുറേ ഉണ്ട്. സോ ഗൈസ്, കോളൊക്കെ ആയി, മൈനിന് പോവാം. കമോൺ ലെറ്റ്സ് ഗോ. സോ ഗൈസ്, ഇത് വലിയ കേവാണല്ലോ എൻ്റെ മോനെ. സീൻ കേവ്. ഇത് വഴി ഇച്ചിരി പെശ കേട്ടോ, ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള വഴിയാണ് എൻ്റെ അമ്മോ. ക്രീപ്പർ വേറെ വഴി വല്ലതും ഉണ്ടോ? വേറെ വഴി നോക്കി പോയാലോ. മളിക്കറ നേരെ വല്ല വഴിയുണ്ടെന്നപ്പം. ഇതേതാണ് ഈ വഴി? ഞാൻ വന്ന വഴി ഏതാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഈ വഴി.
സോ ഗൈസ് ഇരുട്ടായി ഫുൾ ഇരുട്ടാ ഗൈസ്. ക്യാബ് വെച്ചിരി പെശക. വഴിയും മനസ്സിലാവുന്നില്ല, ഒന്നും മനസ്സിലാവുന്നുമില്ല. ഗൈസ് ഇപ്പം ഞാൻ വഴി ഓർക്കുന്നു ഗൈസ് ഞാൻ. സോംബി കമോൺ കൈ യു കം സോംബി. വാടാ ഞാൻ തല്ലിക്കൊല്ലാടാ നിന്നെ. വാടാ നീങ്ങി പാടാ, എന്നാലേ എനിക്ക് കൊല്ലാൻ പറ്റൂ. ചാവ് ചത്ത്. കമോൺ ചാവ് ചത്ത്. ഇത്രയും പോരെ ഗൈസ്. ഇനിയുള്ള സോംബികളെ മൊത്തം കൊന്നിട്ട് വരാം ഗൈസ്. ജീവികളെ ഇതിനെയൊക്കെ കൊല്ലട്ടാ ഞാൻ. Come on, you come zombies. I will kill you into crushes and pieces and I will eat you with. നല്ല ഡയലോഗ് പറഞ്ഞു വരുമ്പോൾ ഈ കഷ്ടപ്പാട്. ആൻഡ് ഐ വിൽ ക്രഷ് യു. പോരാടാ കാണിക്കാം. ഞാൻ ഒരു വിധമായി. ഞാൻ 2 തവണ മരിച്ചു ഗൈസ്. പറഞ്ഞിട്ട് കാര്യമില്ല, 2 തവണ മരിച്ചു. ഇപ്പം തിരിച്ചൊന്ന് മര്യാദയ്ക്കൊന്ന് ഇറങ്ങി ഗൈസ്. കുറേ എണ്ണത്തിനെ കൊന്നു ഞാൻ മടുത്ത് ഗൈസ്. കുറേ എണ്ണത്തിനെ ഞാൻ കൊന്നു. ഡയമണ്ട് കിട്ടിയേ. ഡയമണ്ട് കിട്ടി. അയ്യോ എൻ്റെ കയ്യിൽ അയൺ പിക്കാക്സ് ഇല്ലല്ലോ. ഷോ കപ്പിൾ സോങ് കൊണ്ട് മൂടി വെച്ചേക്കിപ്പം. അല്ല വെയിറ്റ്, എനിക്ക് ഉണ്ടാക്കാമല്ലോ. എൻ്റെ കയ്യിൽ വുഡുണ്ട്, ഫർണസ് ഉണ്ടാക്കാൻ കോളുണ്ട്, അയണുണ്ട്. അയ്യോ ബാ ചിക്കുണ്ട്. കമോൺ ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ത് ചെയ്യും? ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടി. ക്രാഫ്റ്റിംഗ് ടേബിൾ പെട്ടെന്ന് ക്രാഫ്റ്റിംഗ് ടേബിൾ കൊണ്ട് വെക്കട്ടെ. ക്രാഫ്റ്റിംഗ് ടേബിൾ കമോൺ. അതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഫർണസ് ഉണ്ടാക്കണ്ടേ? ആദ്യം ഫർണസ് ഉണ്ടാക്കാം. ഇതേ ഫർണസിൻ്റെ ആവശ്യമുള്ള റെസിപ്പി ഒന്നും ഞാൻ കാണത്തില്ല. കിട്ടി ഫർണസിൻ്റെ കിട്ടി. യെസ് ഫർണസ് കിട്ടി. കമാൺ അയണേ കയറി ഇൻപുട്ട് അയണോ ഫ്യൂവൽ. ഇപ്പം എന്തിനൊക്കെ ഈ കുറേ സമയം നേടും. ഓക്കെ കമോൺ. ഇനി നമുക്ക് ലോകം ചുറ്റിക്കാണാൻ പോകാം. കമോൺ ലെറ്റ്സ് ഗോ ഓൺ ദ റൈഡ് ടു ദ ഇൻറ്റൻഷൻസ് ഓഫ് ദ പവർ. ഇത് എത്ര നേരത്തെ ഇതെല്ലാം സ്പീഡ് കാണിക്കുന്ന അത്ര നേരത്തെ എൻ്റെ മൈനിങ്ങിൻ്റെ ഇതായിരുന്നു കേട്ടോ. ഇത് എത്ര നേരം ഞാൻ മൈൻ ചെയ്യുമായിരുന്നു. ഉള്ള റെയിലും ഇത് മൊത്തം എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നും എത്തും അങ്ങ് എടുത്താൽ റെയിലും എടുത്തു, കുറേ സാധനമൊക്കെ എടുത്തു കേട്ടോ. യെസ് റെയിലൊക്കെ എടുത്തിട്ടുണ്ട്. കുറേ റെയിലിന് എനിക്ക് എടുക്കണമെന്നുണ്ട് കേസ്. റെയിലിൻ്റെ കുറേ റെയിൽ എനിക്ക് എടുക്കണമെന്നുണ്ട്. കുറേ അയം കിട്ടും കേസ്. എനിക്ക് കുറേ അയം കിട്ടുന്നുണ്ട്. നൈസ്. പിക്കാക്സ് ഡയമണ്ട് മൈനിങ് 4 ഡയമണ്ട് കിട്ടി ഗൈസ്. സോ ഗൈസ് 4 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. വി ആർ ഇൻ ദ പോരാട്ടം ഓഫ് ഗോയിങ്. കമോൺ ഗൈസ് ലെറ്റ്സ് ഗോ. സ്ട്രിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പോവാം. കമോൺ ഗൈസ് ലെറ്റ്സ് ഗോ ഗൈസ്. കമോൺ ഗൈസ് ലെറ്റ്സ് ഗോ. സോ ഗൈസ് ഇനി എന്തുവാ? സോ ഗൈസ് ഈ മൈനിങ് മൊത്തം എനിക്ക് കാണിക്കാൻ മടിയാകണ്ടല്ലോ ഗൈസ്. കുറേ നേരമുണ്ട്. അത് മൊത്തം ഇങ്ങനെ ഇട്ടിട്ട് കാണിച്ച് ഞാൻ കഷ്ടപ്പെടേണ്ട അവസ്ഥയാകും. അതുകൊണ്ടാണ് ഗൈസ് എന്നോടൊന്നും തോന്നല്ലേ. ആകെ 4 ഡയമണ്ടേ ഉള്ളൂ. അത് കുറവാണ്. ഒരെണ്ണം കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഒരു സോഡും ഒരു പിക്കാക്സും ഉണ്ടാക്കാം. ഹൈ ഗ്ലോസ് എടുത്തേക്കാം. ഗ്ലോയിങ് സൈൻ ഉണ്ടാക്കാമല്ലോ. മറ്റേ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ സൈൻ വെക്കാം ഗൈസ്. മൈ ഹൗസ്. ചുരുക്കി പറഞ്ഞാൽ ബൈസ് ഹൗസ്. ഡയമണ്ട് കമോൺ ഗൈസ് ലെറ്റ്സ് ഫൈൻഡ് ദ ഡയമണ്ട്. കിട്ടി. ഒറ്റ ഡയമണ്ടേ ഉള്ളായിരുന്നു. കഷ്ടം. അപ്പോൾ ഗൈസ് എനിക്ക് ഒറ്റ ഡയമണ്ട് കിട്ടിയുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഫൈറ്റും ഞാൻ ചത്തു പോകുന്നതൊക്കെ ഞാൻ വിട്ടിടിച്ചേക്കുമായിരുന്നു. ഞാൻ റീസ്പോൺ അടിച്ചിട്ട് ചെയ്യുമായിരുന്നു കേട്ടോ. ഞാൻ ഈ ക്യാബ് മൈൻഡ് ചെയ്ത സമയം കൊണ്ട് ഞാൻ 2 തവണ മരിച്ചു. 3 തവണ ഞാൻ മരിച്ചു ഗൈസ്. 3 തവണ ഞാൻ റീസ്പോൺ ആയി ഗൈസ്. ഇങ്ങനെ സാധനമെല്ലാം അവിടെ തന്നെ കിടക്കുന്നുണ്ട്. മരിക്കുന്ന മൊത്തം ഈ വെള്ളത്തിൻ്റെ അടുത്ത്. എല്ലാം അവിടെ വെള്ളം തീരുന്നിടത്ത് പോയി കിടക്കും. അവിടം വരെ ഞാൻ നീന്തി പോകേണ്ട അവസ്ഥയാണ്. പിന്നെ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇറ്റ്സ് മീ ബൈ സൈനിങ് ഓഫ്.
അതിന് മുമ്പ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ EZYX Pro Gaming. Okay guys, see you.